നാരായണൻ നായർക്ക് ഒരു വിത്തുകാള ഉണ്ടായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും മികച്ച വിത്തുകാള. ആ കാള മാത്രമായിരുന്നു അയാളുടെ ഏക ആദായ മാർഗം. ആ പ്രദേശത്തെ ഏറ്റവും മികച്ച വിത്തുകാള അതാണെന്ന് നാട്ടുകാർ കണ്ടെത്തി. അവർ താങ്കളുടെ പശുക്കളെ അവിടെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ മികച്ച കന്നുകാലികളെ വളർത്തിയെടുക്കാമെന്ന് നാട്ടുകാർ ഉറപ്പുവരുത്തി. ആ വിത്തുകാള നാരായണൻ നായർക്ക് ഒരു നല്ല വരുമാന മാർഗമായിരുന്നു. അവൻ തൻ്റെ അടുത്ത് വന്നുപെട്ട ഒരു പശുവിനെയും പരിഗണിക്കാതിരുന്നില്ല. ആ കാര്യത്തിൽ യാതൊരു ക്ഷീണമോ തളർച്ചയോ ഒരിക്കലും അവൻ കാണിച്ചതുമില്ല. ഒരു ദിവസം നാട്ടുകാർ ഒത്തുകൂടി നാരായണൻ നായരെ എപ്പോഴും ആശ്രയിക്കാതെ ആ കാളയെ വില കൊടുത്ത് വാങ്ങാൻ തീരുമാനിച്ചു. ഒരാൾ പോയി പറഞ്ഞു, നിങ്ങളുടെ വിത്തുകാളയ്ക്ക് ഒരു വില പറയുക, ഞങ്ങളതിനെ നിങ്ങളിൽ നിന്നും വാങ്ങാൻ പോകുന്നു. തൻ്റെ വരുമാന സ്രോതസ് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നാരായണൻ നായർ വളരെ ഉയർന്നൊരു വില അവരോട് ആവശ്യപ്പെട്ടു. ആ വളർത്തുമൃഗത്തിൻ്റെ അമിത വിലയെക്കുറിച്ച് അവർ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പരാതിപ്പെടുകയും ചെയ്തു. പ്രശ്നം മനസ്സിലാക്കിയ അദ്ദേഹം പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആ കാളയെ വാങ്ങി. അതിനെ പഞ്ചായത്തിൻ്റെ പൊതുമുതലായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ മുഴുവൻ സമൂഹത്തിൻ്റെയും സേവനത്തിനായി ആ കാളയെ നൽകുകയും ചെയ്തു. ഉദ്ഘാടന ദിവസം പശുക്കളായി നാട്ടുകാർ വന്നു. അവർ ആദ്യം കൊണ്ടുവന്ന പശുവിനെ കണ്ടിട്ട് കാളയ്ക്കൊരു പ്രതികരണവുമില്ല. അത് പശുവിൻ്റെ പ്രശ്നമാണ്, ഒരാൾ പറഞ്ഞു. അത് വളരെ മെലിഞ്ഞതാണ്. അവർ അവൻ്റെ മുമ്പിൽ ഒരു മികച്ച ജേഴ്സി പശുവിനെ കൊണ്ടുവന്നു. കാളയ്ക്ക് യാതൊരു അനക്കവുമില്ല. അവർ അവൻ്റെ മുമ്പിൽ മുഴുവൻ പശുക്കളെയും അണിനിരത്തി. പക്ഷെ കാള കുലുങ്ങിയില്ല. ക്ഷുഭിതനായ പഞ്ചായത്ത് പ്രസിഡന്റ് നാരായണൻ നായരെ വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു. നാരായണൻ നായർ കാളയുടെ അടുത്തെത്തി. അവൻ്റെ ചെവിയിൽ ചോദിച്ചു, മക്കളെ, നിനക്ക് എന്തു പറ്റി? എന്താണ് നിനക്ക് ഈ മനമാറ്റം? നിനക്ക് ഈ ജോലി മടുത്തോ? വിത്തുകാള നാരായണൻ നായരെ സഹതാപത്തോടെ നോക്കി. വളരെ അലസമായി അവൻ മറുപടി പറഞ്ഞു, ഞാൻ എങ്ങനെ ജോലി ചെയ്യണമെന്ന് പറയാൻ നിങ്ങളാരാ? ഇപ്പോൾ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എനിക്ക് സൗകര്യമുള്ളപ്പോൾ സൗകര്യമുള്ള പോലെ ഞാൻ പണിയെടുക്കും. ഇതൊരു ഹാസ്യകഥയാണ്. എന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിന്നു പോകുന്ന ചില പ്രശ്നങ്ങളെയും ഊന്നിക്കാണിക്കുന്നുണ്ട്. വലിയൊരു ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും സമൂഹത്തിന് സേവനം നൽകുന്നതും. എന്നാൽ ചെറിയൊരു ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥരും ഇപ്പോഴും അലസതയിൽ തന്നെയാണ്. അവരുണർന്ന് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ സർക്കാർ സംവിധാനവും ഉണർന്ന് പ്രവർത്തിക്കൂ. അവരുടെ ഓരോ സേവനവും ഓരോ പ്രവർത്തനവും ജനങ്ങൾക്കുള്ളതായിരിക്കണം.